ഇന്ന് ടൈം ഇസ് 7:50. ഞാൻ എണീറ്റപ്പോൾ തൊട്ട് എനിക്കൊന്ന് ഭയങ്കര ഐ എം ലൈക്ക് സ്കെയർഡ് ഓഫ് ലൈഫ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇതെല്ലാം ഐ ജസ്റ്റ് വ്ലോഗ് ഇറ്റ് സോ ദാറ്റ് ഐ ക്യാൻ ലീവ് മൈ ലൈഫ് വിത്ത് യു ഗൈസ്. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഇത്ര ആങ്ഷ്യസ് ആയെന്ന് എനിക്ക് അന്നേരം ആലോചിക്കാമല്ലോ. എൻ്റെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളി ആക്കണം. ഇങ്ങനെ എല്ലാവരും പറയും എനിക്ക് സമാധാനമായിട്ടിരുന്നാൽ മതി, ഞാൻ ഓക്കെയാണെന്ന്. ഇപ്പം റൈറ്റ് നോ എനിക്ക് വലിയ സമാധാനക്കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു ഫുൾഫിൽമെൻ്റ് ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ഇന്നത്തെ ഡേ എങ്ങനെ പോകും. നമുക്ക് എന്തായാലും ത്രൈവ് ചെയ്യണം ഇന്നത്തെ ദിവസം, നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ 9:23 ആയി. ഇത്രയും സമയം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ് വാസ് സോ ഹാർഡ്. ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് വർക്കൗട്ട് ചെയ്യാം, അപ്പോൾ കുറച്ചൊരു നമ്മുടെ ആങ്സൈറ്റി കുറയുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ അത്രയ്ക്ക് പറ്റാത്ത പോലെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി തലയൊക്കെ നനച്ച് കുളിക്കാം. ഞാനിങ്ങനെ ഇത് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ നെഞ്ചിലിങ്ങനെ ടുക് 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 ആ സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മളത് ബോധേഡാകാതെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം, അപ്പോൾ ലൈഫിൽ റിവാർഡ് ചെയ്യും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് പോവാം. ഇന്നാണെങ്കിൽ ഒരു ക്ലൗഡി ഡേ. ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. വെയിൽ ഇസ് മൈ ബ്ലെസ്സിങ്. പക്ഷെ ക്ലൗഡി ആയപ്പോഴത്തേക്കും എനിക്ക് എന്തോ പോലെ തോന്നി. ഈയിടെയായിട്ട് പണ്ടല്ല ഞാൻ പൊതുവെ ഭയങ്കര സ്ട്രോങ് പേഴ്സൺ അല്ലേക്ക്. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഐ ഗോ ആൻഡ് ഡു ഇറ്റ്. പക്ഷേ ഇന്ന് ഐ എം ഫീലിംഗ് ലൈക്ക് ഐ വോണ്ട് സം വൺ, അങ്ങനെ പോലെ ഒരു ഇടയ്ക്ക് നമുക്ക് തോന്നില്ല. എനിക്കറിയാം ഇതിൻ്റെ ആൻസർ, എനിക്ക് ആരുടെ അഡ്വൈസിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇന്ന് ഐ ഫീൽ ലൈക്ക് ക്യാൻ സം വൺ ടെൽ മീ വാട്ട് ടു ഡു. ആ ഒരു അവസ്ഥയിലാണ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു എന്ന്. ഇന്നലത്തെ ഡേ പിന്നെ ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ കാരണം എന്താണോ ചെയ്യേണ്ടത് അതങ്ങ് ചെയ്ത് തീർത്തു. പിന്നെ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആയി. ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും എടുത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ പറയാനും എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി 2 ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ആങ്സൈറ്റി. അങ്ങനത്തെ ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആയി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ആങ്സൈറ്റി ഈസ് ലൈക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുന്ന ആങ്സൈറ്റി ആയിരിക്കും. ഇന്നലത്തെ എനിക്ക് ഇറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സംതിങ്. അതങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങ് ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ വിൽ ഡൂ ദാറ്റ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓഫ്. അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ആവട്ടെ. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്. ഇന്നത്തെ ഞാൻ വ്ലോഗ് ചെയ്യാം. ഇന്നത്തെ ദിവസം ഐ എം ഗോയിങ് ടു വാച്ച് എ മൂവി ആൻഡ് ഓൾ. അപ്പോൾ പക്ഷേ ഐ എം സാഡ്. ആ മൂവി കുറച്ച് സാഡാണോ, എനിക്ക് വിഷമം വരുമോ എന്നൊക്കെ പേടിയുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഒരു നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ ദിവസം പക്ഷേ ഞാൻ എൻ്റെ ഫോട്ടോസ് ഒന്നും തന്നെ എടുത്തില്ല. അതെനിക്ക് വിഷമം. എനിക്ക് എല്ലാ ദിവസവും എൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അന്ന് ഞാൻ എങ്ങനെയായിരുന്നു, എൻ്റെ OTD എങ്ങനെയായിരുന്നു, അതൊക്കെ എനിക്ക് എങ്ങനെ ഓർമ്മ വരും. ഇന്ന് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ബാലൻ കാണാൻ പോയി. ബാലൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസമൊക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിൽ എനിക്കത്ര മീനിങ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ അരിപ്പയിൽ കഴിക്കാൻ പോയി. ഞാൻ ആദ്യമായിട്ട് അരിപ്പയിൽ പോകുന്നത്. പിന്നെ ആക്ച്വലി ഇത് പിറ്റേ ദിവസത്തെ പോക്കാണ്. നമ്മൾ പൂർണ്ണശ്രീ LSD പോയി രാവിലെ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം. അതും നല്ലതായിരുന്നു. പിന്നെ സദ്യയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ആകെ മൊത്തം തണുപ്പും പനിയൊക്കെ പോലെ തോന്നി. അപ്പോൾ വെറുതെ കട്ടിലിൽ കിടന്ന് അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ ഒരു സൺഡേ തീർന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഇത്തവണത്തെ വീക്കെൻഡ്. ഇന്നിനി എനിക്ക് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ കൊച്ചി ഡയറീസിലെ വേറൊരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. എനിക്ക് എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്ന് വന്നിട്ട് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാമെന്നൊക്കെ തോന്നാറുണ്ട്. ഐ ഡോണ്ട് നോ ഞാൻ എന്താ ആലോചിക്കേണ്ടത്. ഷുഡ് ഐ സ്റ്റേ ഹിയർ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് എക്സൈറ്റഡ് ആവണം. എനിക്ക് എപ്പോഴും ഈ അക്കരപ്പച്ച എന്നുള്ള ഒരു ഇനേർഷ്യ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആലോചിച്ചിരുന്നു.